ഈ യാത്രയൊക്കെ മതിയാക്കൂ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈൽ വേണം. അതല്ലാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നുണ്ട് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ യാത്രയൊക്കെ മതിയാക്കൂ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സ്വയം തോന്നിയിട്ടുണ്ടോ? ഇല്ല. സാറിന് ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. കലയും സാഹിത്യവുമായി അത്ര ബന്ധം പോരല്ലേ? താങ്കൾ ചെയ്യുന്ന ജീവിതത്തിൽ ചെയ്യുന്ന പോസിറ്റീവായ കാര്യം എന്താണ്? ഏതാണ് പോസിറ്റീവായ കാര്യം? ഈ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി ഇവർക്കിടയിലൂടെ നമ്മൾ ഒന്നിച്ച് നടന്നാൽ ഈ ഇരിക്കുന്ന ജനക്കൂട്ടം കാണിച്ചു തരും എന്താണ് ആ പോസിറ്റീവ് കാര്യം എന്ന്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എത്ര വയസ്സാകുമ്പോഴായിരിക്കും താങ്കൾ പ്രായമാവുന്നത്? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എനിക്ക് പ്രായമാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ കൂട്ട് പ്രായമുള്ള ഒരാളായിട്ടാണ് ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടത്. ഇല്ല. അല്ല. ഈ ചെക്കന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. കാരണങ്ങളുണ്ടല്ലോ ഒരാൾ ചെറുപ്പമാകാൻ. ആ കാരണങ്ങൾ വെച്ച് നോക്കിയാൽ ഞാൻ താങ്കളെക്കാൾ വളരെ ചെറുപ്പമാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച്. താങ്കൾ ഒരു ദൈവത്തെ വരച്ചാൽ എന്ത് രൂപം കൊടുക്കും? ഞാൻ വരയ്ക്കില്ല. വരയ്ക്കാൻ ശ്രമിക്കില്ല. അയ്യോ 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 എന്നടാ മുട്ടാൾ. പേടിയാണ്? പേടിയായിട്ടില്ല, വരയ്ക്കാൻ കഴിയില്ല, അതാണ് കാര്യം. മനുഷ്യൻ ജനിച്ചിരിക്കുന്നത് തന്നെ നല്ലൊരു സോഫ്റ്റ്വെയറുമായിട്ടാണ്. ഉള്ളിൽ നല്ലൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. ചിലരുടെ സോഫ്റ്റ്വെയറിൽ ചില എററുകളുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ചിലരുടെ സോഫ്റ്റ്വെയറിൽ ചില എററുകളുണ്ട്. മാനുഫാക്ചറിംഗിലെ ഡിഫക്റ്റാ. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞാൻ എന്തിനാ ഈശ്വര ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ? മാനുഫാക്ചറിംഗിലെ ഡിഫക്റ്റാ. അതിനെ സൃഷ്ടിച്ചതിന്റെ കുഴപ്പമാണ്. സന്തോഷ് ജോർജ് കുളങ്ങര ആരുടെ തോന്നലാണ്? സ്വയം തോന്നുന്നത് എന്താണ്? ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവന്. എനിക്കത് മനസ്സിലായില്ല വ്യക്തമായിട്ട്. ഒരു കവിതാ ശീർഷകത്തിന്റെ പേര് അല്ല, ആരുടെ തോന്നൽ വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ആണ്. ഞാൻ ആരുടെ തോന്നലാണ്? ആ ചോദ്യം ആ ശീർഷകം ഞാൻ അങ്ങോട്ട് ഇടുകയാണ്. താങ്കൾ ആരുടെ തോന്നലാണ്? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ?